മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളെ വിളിച്ചറിയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഒരവസരം നൽകപ്പെട്ടതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് വന്നെത്തിയിരിക്കുമ്പോൾ മനുഷ്യന് സമാധാനം ഇല്ല, മനുഷ്യന് സ്വസ്ഥതയില്ല. മനുഷ്യൻ വല്ലാതെ ഭാരപ്പെടുന്ന ഈ ദിനങ്ങളിൽ തിരുവെഴുത്ത് ഇപ്രകാരം വിളിച്ചു പറയുന്നു. യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാനവകുലത്തിന് എന്നേക്കും നിത്യമായ സമാധാനം നൽകി തരുവാൻ ഇടയായിത്തീരുന്നു. ഈ ലോകം ഒരു വല്ലാത്ത വഷളത്വത്തിലേക്ക് വഴിതിരിഞ്ഞ് കടന്നു പോകുമ്പോൾ മനുഷ്യൻ അക്രമാസക്തരായി, മനുഷ്യൻ ദൈവഭയമില്ലാത്തവരായി, മനുഷ്യർ നിഗളികളായി, മനുഷ്യൻ ഭോഗപ്രിയന്മാരായി, മനുഷ്യൻ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായി, സഹോദരങ്ങളെ സ്നേഹിക്കാത്ത ഒരു കാലഘട്ടങ്ങളിൽ വന്നെത്തിയിരിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ മനുഷ്യനിൽ കുടികൊള്ളുന്ന പാവവും വല്ലാത്ത ഒരു പൈശാചികതയും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യനെ വല്ലാതെ സമൂഹത്തിൽ നല്ലവരായി ജീവിക്കേണ്ട വ്യക്തിത്വങ്ങൾ, കുടുംബത്തിൽ നല്ലവരായി ജീവിക്കേണ്ട വ്യക്തിത്വങ്ങൾ, മാതാപിതാക്കൾക്ക് നല്ല തലമുറയായി വളർന്ന് അവർക്ക് ഗുണം ചെയ്യേണ്ട വ്യക്തിത്വങ്ങൾ പാപത്തിന്റെ പടുകുടിയിൽ പെട്ടുപോകുമ്പോൾ ഈ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ സ്വർഗോന്നതകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന നസ്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വചനത്തിന് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞങ്ങൾക്ക് ഈ ദേശത്തോട് വിളിച്ചറിയിക്കുവാനായിട്ട് ഉള്ളത്. മനുഷ്യൻ പാപികളാണെന്ന് മതങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. ഭാരതത്തിൽ 5 മതങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ബുദ്ധമതമുണ്ട്, സിഖ് മതമുണ്ട്, ജൈന മതമുണ്ട്, ഇസ്ലാമിക മതമുണ്ട്, ക്രിസ്ത്യൻ മതമുണ്ട്. ഈ മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ പാപിയാണ് എന്നുള്ളതാണ്. എന്നാൽ പാപത്തിന് പരിഹാരം, പാപത്തിന്റെ പ്രായശ്ചിത്തം, മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് പാപം? പാപത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒത്തിരി നിർവചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ലക്ഷ്യം തെറ്റിപ്പോകുന്ന ഒരവസ്ഥയാണ് പാപം എന്ന് പറയപ്പെടുന്നത്. മാത്രമല്ല, ദൈവത്തിന്റെ വചനത്തെ ധിക്കരിക്കുന്നത് പാപമാണ്. മനുഷ്യന് നന്മയെന്തെന്നും തിന്മയെന്തെന്നും തിരിച്ചറിവ് ലഭിച്ചിട്ടും തിന്മയുടെ വശങ്ങളിലേക്ക് മനുഷ്യൻ തിരിഞ്ഞ് തിന്മയുടെ സ്വഭാവത്തിന്റെ അനുഭവത്തിലൂടെ മുൻപോട്ട് പോകുന്നത് വേദപുസ്തകത്തിന്റെ വാക്യത്തിൽ പരിചയപ്പെടുത്തുന്നത് പാപത്തിന്റെ സ്വഭാവ സവിശേഷതകളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എങ്ങനെയാണ് പാപം ഭൂമിയിൽ വന്നു? വേദപുസ്തകം പറയുന്നു, മനുഷ്യനെ പാപം കൂടാതെ ദൈവം സൃഷ്ടിക്കുവാനിടയായിത്തീർന്നു. നിലത്തെ പൊടികൊണ്ട് ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി. പാപമില്ലാത്തവരായി മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി. ദൈവത്തിന്റെ തേജസ്സിനാൽ പൊതിഞ്ഞ ഒരനുഭവമായിരുന്നു മനുഷ്യന്റെ ശരീരമെന്നുള്ളത്. ദൈവത്തോടൊപ്പം വസിക്കുവാനായി നിത്യകാലം മരണമില്ലാത്ത ഒരു ലോകത്ത് മനുഷ്യൻ ജീവിച്ചിരുന്നു. ഒരു കാലഘട്ടമുണ്ടായിരുന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മനുഷ്യനോട് ദൈവം കൽപ്പിച്ചു, നന്മ തിന്മകളെ കുറിച്ചുള്ള വിഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്നുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം
വ്യക്തമായി മനുഷ്യരോട് കൽപ്പിക്കുമ്പോൾ തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുക്കുവാനായിടയായി. മനുഷ്യൻ നന്മയെ ത്യജിച്ച് തിന്മയുടെ വശത്തിലേക്ക് മനുഷ്യൻ തിരിഞ്ഞു. വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ ദൈവത്തിന്റെ വാക്ക് ലംഘിച്ച് അരുത് എന്ന് പറഞ്ഞ വൃക്ഷകനി ഭക്ഷിച്ച് മനുഷ്യൻ പാപം ചെയ്ത് ദൈവദേശസ് നഷ്ടപ്പെട്ട് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് ദൈവത്തോടുകൂടെ വസിക്കുന്ന അനുഭവം നഷ്ടപ്പെട്ട് മനുഷ്യൻ പാപിയായി തീർന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്ത മനുഷ്യൻ മരിക്കുന്നു. പാപത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ മനുഷ്യൻ മതങ്ങളിൽ ആശ്രയിക്കുന്നുണ്ട്. മനുഷ്യൻ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. മനുഷ്യൻ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. മനുഷ്യന് ബലി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ മനുഷ്യന് പ്രായശ്ചിത്തം, പാപത്തിന് മോചനം ലഭിക്കുവാൻ വേണ്ടി മനുഷ്യൻ ഇപ്രകാരം വ്യർത്ഥമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതെല്ലാം ഇതെല്ലാം നഷ്ടമാണ്. കാരണം വേദപുസ്തകം പറയുന്നു, പാപിയായ മനുഷ്യനെ പാപത്തിന് വിടുവിക്കുവാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും കഴിയത്തില്ല. കാരണം മനുഷ്യൻ പാപികളാണ്. ജന്മനാൽ പാപിയായി തീരുന്ന മനുഷ്യന്, കർമ്മം കൊണ്ട് പാപം ചെയ്യുന്ന മനുഷ്യന്, ജീവിതത്തിൽ പാപം ചെയ്യുന്ന മനുഷ്യന്, പാപത്തിൽ വീണുപോയ മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ സകല മഹത്വത്തെയും വെടിഞ്ഞ് ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദുഷ്പ്രവർത്തിക്കാരായ 2 പേരുടെ നടുവിൽ 3 ആണിമേൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം വിളിച്ചു പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കുവാനായിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ലോകത്തെ സ്നേഹിച്ച സ്നേഹം എന്താണ്? വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അത് പിതാവിന്റെ സ്നേഹം ലോകത്തോട് പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്ന് യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തുവിന്റെ മാത്രമേ രക്ഷയുള്ളൂ, യേശു ക്രിസ്തുവിന്റെ മാത്രമേ വീണ്ടെടുപ്പുള്ളൂ, യേശു ക്രിസ്തുവിന്റെ മാത്രമേ പാപത്തിന് പരിഹാരമുള്ളൂ. മതങ്ങളിൽ നമ്മൾ ആ സ്മരണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അസത്തോമ സത്യമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ. ഈ വാക്കിന്റെ അർത്ഥം എന്തെന്ന് തിരിച്ചറിയുന്നുണ്ടോ പ്രിയരെ? അസത്തോമ സത്യമയ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യൻ പറയുന്നു, ഞാൻ അസത്യത്തിലാണ് ജീവിക്കുന്നത്, എന്നെ സത്യത്തിലേക്ക് നയിച്ചാലും. തമസോമ ജ്യോതിർഗമയ, എന്നാൽ ഞാൻ അന്ധകാരത്തിലാണ് ജീവിക്കുന്നത്, എന്നെ വെളിച്ചത്തിലേക്ക് നയിച്ചാലും. മൃത്യോമ അമൃതംഗമയ, വാക്കിനർത്ഥം ഇപ്രകാരമാണ്, ഈ മരണത്തിനധീനമായ ശരീരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, എന്നാൽ എന്നെ നിത്യമായ ജീവനിലേക്ക് നയിച്ചാലും. യേശു പറഞ്ഞു, മതങ്ങളെല്ലാം മനുഷ്യൻ പാപികളായിരുന്നു പറയുമ്പോൾ, അസത്യത്തിലാണ് ജീവിക്കുന്നത് പറയുമ്പോൾ, ഇരുട്ടിലാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ, അന്ധകാരത്തിലാണ് ജീവിക്കുന്നത് പറയുമ്പോൾ, ഇരുളിന് മരണത്തിന് അധീനമായ ശരീരത്തിലാണ് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, ഞാൻ മുഖാന്തരമല്ലാതെ ആര് പിതാവിനെ കാണുവാനായിട്ട് കഴിയുന്നില്ല. പുണ്യപ്രവൃത്തികൾ നിങ്ങളെ മോശത്തിലേക്ക് നയിക്കത്തില്ല. കർമ്മങ്ങൾ കൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഇവിടുത്തെ ഇസങ്ങൾക്ക് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. എന്നാൽ നിങ്ങളെ രക്ഷിപ്പാൻ ഒരു വിധയുള്ളൂ. അതാണ് തിരുവെടുത്ത് പറയുന്ന നസ്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മാർഗം. അവൻ പാപികളെ സ്നേഹിക്കുന്നു, പാപികളെ രക്ഷിപ്പാനിടയായിത്തീരുന്നു. പാപമില്ലാത്തവൻ പാപികൾക്ക് വേണ്ടി മരിച്ച്, പാപികൾക്ക് വേണ്ടി ഈ ജനിച്ച്, പാപികൾക്ക് വേണ്ടി ജീവിച്ച്, പാപികൾക്ക് വേണ്ടി മരിച്ച ഉലകത്തിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്.
പ്രിയരെ, മറ്റൊരുത്തിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമമേയുള്ളൂ. അത് യേശു ക്രിസ്തു എന്ന ഏകനാമമാണ്. ആ നാമത്തിൽ വിശ്വസിക്കും നിങ്ങൾക്ക് പാപത്തിന് മോചനമുണ്ട്. നിത്യമായ യാതനയിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പ്രിയരെ, ഈ ഭൂമി നാം ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കുവാനായി കഴിയത്തുള്ളൂ. മരണത്തിന് ശേഷം നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. മരണത്തിന് ശേഷം മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അതെല്ലാം അവ പാടും ശൂന്യമായിരിക്കുമ്പോൾ, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ കണ്ടുമുട്ടുവാൻ നിങ്ങൾക്ക് ലഭിച്ചാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകുവാൻ ഇടയായി തീർന്നു. നിങ്ങളെ പണം കൊടുക്കണ്ട, നിങ്ങളെ വസ്തു കൊടുക്കണ്ട, നിങ്ങളെ യാതൊന്നും കൊടുക്കണ്ട. നിങ്ങളെ രക്ഷിപ്പാൻ യേശു ക്രിസ്തുവിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഒരുവൻ മരിച്ചതിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. ഏതൊരു മനുഷ്യനും ഒരു ന്യായവിധിയുണ്ട്. തിരുവെടുത്ത് പറഞ്ഞ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ലോകത്തിൽ മനുഷ്യന് നിയമിച്ചിരിക്കുമ്പോൾ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് ജീവിച്ചാൽ യേശു ക്രിസ്തുവിന്റെ വരമെങ്കിൽ നിങ്ങൾക്കും കാണപ്പെടുവാനായിട്ടിടയായി തീരും. അത് തിരുവെടുത്ത് പറഞ്ഞപ്പോൾ ക്രിസ്തു യേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ആയതിനാൽ നിങ്ങളെ ഞങ്ങൾ ഹാർദമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ നല്ല മാർഗത്തിലേക്ക്, ഈ നല്ല യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷകനായി, നിങ്ങളുടെ കർത്താവായി, നിങ്ങളുടെ ദൈവമായി, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി നിങ്ങൾ സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ പാപ സ്വഭാവങ്ങളെ മാറ്റി നിങ്ങളെ നല്ലൊരു വ്യക്തിത്വമാക്കി സമൂഹത്തിന്, കുടുംബത്തിന്, ദേശത്തിന് ഒരു നല്ല വ്യക്തിത്വമാക്കി തീർക്കാൻ യേശുവിന് കഴിയുമെന്നുള്ള സന്തോഷ വാർത്തകളോടുകൂടെ ഞങ്ങളുടെ വാക്കുകൾ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവം നമ്മേവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഇത്രത്തോളം ഞങ്ങളെ ശ്രമിച്ച നല്ലവരായ എല്ലാ ദേശനിവാസികളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ തന്നെ തൊട്ടടുത്ത്